ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുമ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസാക്കി എടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് സോയാ സോസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. മിക്സാക്കിയിട്ട് സോയാ സോസ് ഒഴിച്ചത് കൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അധികം ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അന്നേരം സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് മറിച്ചിടാൻ അങ്ങനെ പറ്റൂലല്ലോ, ചെറിയ പീസാക്കി എടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി ഫ്രൈ ആക്കി എടുക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞാനൊരു സോസ് റെഡിയാക്കുകയാണ്. കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസ് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ മാറ്റി വെക്കാം. ഇനി ഞാൻ സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങിയാണ്. അതിന് വേണ്ടി ഞാൻ ബ്രെഡ് പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 ബ്രെഡ് പീസ് വെക്കുക. നമ്മൾ ബ്രെഡ് പോക്കറ്റെല്ലാം ആക്കുന്നത് പോലെ തന്നെ. അത് എല്ലാവർക്കും അറിയാവുമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു അടപ്പെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഞാനൊരു പാക്കറ്റ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫുള്ളും ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഞാനതിൻ്റെ ബാക്കി വരുന്ന ബ്രൗൺ കളറില്ല, അത് ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദയും കൂടി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡും എടുത്തിട്ട് ഈ 2 ബ്രെഡില്ലേ അതെടുത്തിട്ട് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ചൂടായോ നോക്കുന്നതാണ്. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാൻ കുറേ ആയി യൂട്യൂബിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നോമ്പായാലോ ഒന്ന് യൂട്യൂബിൽ ഇടാമെന്ന്. ഇപ്പോൾ നല്ല കളറായി വന്നിട്ടില്ല, ഞാനിത് കോരി മാറ്റാണ്. അപ്പോൾ ഫുള്ളും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഓരോരോ പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. സോസ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. സോസ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ, ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ച അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ലെറ്റൂസ് ഇല്ലേ അത് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. കാണാൻ നല്ല മൊഞ്ചാണ്, കഴിക്കാനും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ ബ്രെഡ് പോക്കറ്റിന് വേറൊരു ഫില്ലിങ്, പക്ഷേ ഇത് വേറൊരു ഫില്ലിങ്, അത്രയേ ഉള്ളൂ. കിടിലൻ ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.